അസ്സലാമലൈക്കും. സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. മീൻ കറി ഉണ്ടാക്കാനായി ഞാൻ എടുത്തിട്ടുള്ള മീൻ വറ്റമീനാണ് കേട്ടോ. ഒരു ഇടത്തരം വലിപ്പമുള്ള 2 മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് മുറിക്കുന്നതിൻ്റെ മുമ്പുള്ള വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടാ. ഇത് മുറിച്ച് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ഉലുവയും 1/2 സ്പൂൺ ജീരകവും കൂടി ഇട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു സവാളയുടെ പകുതിയോ, ഒരു പിടി ചുവന്നുള്ളി കട്ട് ചെയ്തതോ, 4 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 4 വെളുത്തുള്ളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് വഴന്ന് കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 വലിയ തക്കാളി കട്ട് ചെയ്തതാണ്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്കിട്ട് നല്ലതുപോലെ തക്കാളിക്കൊന്ന് ഉടഞ്ഞ് കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ചില സമയത്ത് ഞാൻ തക്കാളി അരച്ച് ചേർക്കാറുണ്ട് കേട്ടോ. പക്ഷേ അരച്ച് ചേർക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ വഴറ്റിയെടുക്കുന്നതാണ്. അപ്പോഴാണ് കേട്ടോ അധികം ഒരു ടേസ്റ്റ്. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും, പിന്നെ 1/2 സ്പൂൺ മല്ലിപ്പൊടിയും, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഈ പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വെന്ത് വരാൻ വെയിറ്റ് ചെയ്യാം. പിന്നെ നല്ലതുപോലെ തിളച്ചതിന് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് നമ്മളെ മുളകിന് നല്ലൊരു കളറ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നല്ലതുപോലെ വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു മാങ്ങയുടെ പകുതിയാണ്. നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. ഇനി മാങ്ങയുടെ കൂടെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത മീനും കൂടി ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം ഒന്ന് ഇളക്കി അടച്ച് കൊടുക്കാം. ഇനി ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പതിവ് പോലെ എന്നും പറഞ്ഞ് നിങ്ങൾക്കൊക്കെ വെറുപ്പായിട്ടുണ്ടാവില്ലേ. എന്നാലും ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. ഇപ്പോൾ നല്ലതുപോലെ മീനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എണ്ണയൊക്കെ ഇതിൻ്റെ മുകളിൽ ഇതാ പാവി നിൽക്കണം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി ഞാൻ 1/2 സ്പൂൺ ജീരകം പൊടിച്ചതും 1/2 സ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 തണ്ട് കരിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നതിന് ശേഷം അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതാ നല്ല റെഡ് കളറിലുള്ള മുളക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ മുരിങ്ങടയിലയും ചക്കക്കുരും കൂടിയുള്ള കറിയും തേങ്ങ അരച്ച കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ ഈ കറി തന്നെയാണ് കേട്ടോ ഞാൻ ചപ്പാത്തിയിലേക്ക് രാത്രി എടുത്തതും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാൻ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.